ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ലാംഗ്വേജ് നോക്കുമ്പോൾ തമിഴ് റിലീസാ, പക്ഷെ ആക്ച്വലി ഇത് ഒരു മലയാളം തമിഴ് കോമ്പിനേഷനാണ്. തമിഴ് നായകൻ മലയാളത്തിലെത്തി ഇവിടെ നിന്നൊരു പെൺകുട്ടിയെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടു പോകുന്നു. അതാണിപ്പോ ഞങ്ങൾ ഷൂട്ട് ചെയ്തോണ്ടിരിക്കുന്നത്. നായിക ഒരു പുതിയ കുട്ടിയാ ഞങ്ങളാ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. പേര് പ്രിയങ്ക. എവിടുത്തെ കാര്യം ഈ കുട്ടി? ഇവിടെ തൊട്ടടുത്ത് തന്നെ അവരുടെ തറവാട്. കുറച്ച് ഫേമസാ, കണിമംഗലം. മാഡം, വേറൊരു സർപ്രൈസ് ഉണ്ട്. ഹീറോയിൻ പ്രിയങ്കയുടെ കൂടെ ഒരു ആയുണ്ട്. ആ കുട്ടിയുടെ പേര് രാധിക എന്നാണ്. അതിശയം എന്ന് പറയട്ടെ, ആ കുട്ടിക്ക് മേഡത്തിന്റെ നല്ല ചായയുണ്ട്. ഞങ്ങളത് എപ്പോഴും പറയും, മേഡം തന്നെയാ ഞങ്ങളുടെ മുമ്പിലൂടെ നടക്കുന്നതെന്ന്. ചിലർ തമ്മിൽ അങ്ങനൊരു സാദൃശ്യം കാണുമല്ലോ. എനിക്കുണ്ടൊരു അപരൻ, കോട്ടയത്തോ മറ്റോ ഉള്ളൊരു അപരൻ. എന്റെ ഫ്രണ്ട്സ് എപ്പോഴും അത് പറഞ്ഞ് കളിയാക്കാറുണ്ട്. പക്ഷേ ആ കുട്ടി വെറൊരു ആയ മാത്രമല്ല മാഡം, അതിനേക്കാൾ അപ്പുറത്ത് എന്തൊക്കെയോ കഴിവുകളുള്ള കുട്ടിയാ. ആ കുട്ടി നന്നായി നൃത്തം ചെയ്യും. പ്രിയങ്കയ്ക്ക് നൃത്തം ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ആ കുട്ടിയാണ് അത് ഈസിയായി പ്രിയങ്കയെ പഠിപ്പിച്ചെടുത്തത്. ആ കുട്ടിയുടെ ചലനങ്ങൾ കണ്ടറിയാം അവര് ശാസ്ത്രീയമായി പഠിച്ചിട്ടുണ്ടെന്ന്. എല്ലാവർക്കും ഉന്നതങ്ങളിൽ എത്താൻ പറ്റില്ലല്ലോ. കഴിവുള്ള എത്രയോ പേർ കരിഞ്ഞു പോകുന്നത് നമ്മൾ കണ്ടിരിക്കുന്നു. അയ്യോ, ഞങ്ങൾ മേഡത്തിന്റെ സമയം കളയുന്നില്ല. നാളെ സോങ് റെക്കോർഡിങ്ങിന്റെ സമയത്ത് ഞാൻ വെറുതെ സ്റ്റുഡിയോയിലേക്ക് വരും പോകും, അത്രേ ഉള്ളൂ. ആ ഒരു എക്സ്ക്യൂസ് പറയാനാ ഞാൻ നേരിട്ട് വന്നത്. ഇത് തനിക്ക് ഫോണിൽ വിളിച്ച് പറഞ്ഞാ പോരേടോ? അങ്ങനെയല്ലല്ലോ മാഡം, എനിക്ക് അനുഗ്രഹം കൂടെ വേണ്ടേ? എല്ലാം നന്നായിട്ട്. താങ്ക് യു മാഡം. എന്നപ്പം ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ. ശരി. അപ്പൊ അതാണ് കാര്യം. രാധിക പ്രിയങ്കയുടെ കൂടെ ലൊക്കേഷനിൽ പോയതാ. ഒരുപക്ഷെ അതിനെക്കുറിച്ച് പറഞ്ഞ ഫിദമയുടെ വഴക്ക് പറഞ്ഞിരുന്ന് പേടിച്ചായിരിക്കും. അവക്ക് അതിന്റെയൊക്കെ ആവശ്യം എന്താ എടുത്തി? മാത്രല്ല, പ്രിയങ്കയുടെ കൂടെ എന്ന് പറയുന്നത് എനിക്ക് പേടിയുള്ളൊരു കാര്യ. എന്തിനും മടിക്കാത്തൊരുവളല്ലേ. ഇനിയിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? വരട്ടെ, മോളോട് സംസാരിക്കാം. ഒരിക്കൽ പ്രിയങ്കയുടെ അവസ്ഥ രാധികയ്ക്ക് വന്നതുകൊണ്ട് ഇപ്പം മോളെ ആയായിട്ട് വെച്ച് പ്രിയങ്ക പ്രതികാരം തീർക്കുമായിരിക്കും. പക്ഷേ അവളുടെ ആട്ടും തുപ്പും ഏറ്റു നിൽക്കുന്നത് ഈ ശ്യാമയുടെ മകളാണെന്ന് നമുക്കറിയില്ലല്ലോ. ശ്യാമ എന്റെ മകൾ ആരുടെയും അടിമയല്ല. എന്റെ മോൾ ആരുടെയും കാൽക്കൽ നിൽക്കേണ്ടവളുമല്ല.